അത് എനിക്ക് നിക്ക് നിക്ക് നിക്ക്, കൈമാറരുത് കൈമാറരുത്, ഇങ്ങോട്ട് തന്നാ മതി. എടാ ഞങ്ങള് ഒന്നും പറയണ്ട. രാധു, നീ സുധീടെ വാങ്ങിച്ചോ. കൊടു കൊടു കൊടു. എടാ അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കറിയാൻ പാടാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടു 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 കൊടുമിനി. ആ രാധു, വാ വാ വാ. നീ അങ്ങോട്ട് ഇരിഞ്ഞു വായിച്ചോ, ഞാൻ ഇങ്ങോട്ട് ഇരിഞ്ഞു വായിക്കാം. ഉറക്കെ വായിക്കരുത്, കൺഫ്യൂഷൻ ആവും. രാധു, അതിനകത്ത് എന്താ? ഇതിലൊന്നുമില്ല, 0. ചിരിക്കല്ലേ, ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കുന്തുമില്ല. വരും വരായികളൊക്കെ, ഓ സോറി, എന്താ പറഞ്ഞ, വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ. രക്ഷപ്പെടട്ടെ എന്ന് എന്തെങ്കിലും പറഞ്ഞെന്നാ കളിയാക്ക. നിർത്തി, സകലതും നിർത്തി. ഗുഡ് ബൈ. വാ ഇവിടെ വാടാ, ഞാനെല്ലാം ശരിയാക്കി കാണിക്കാം. വേണ്ട, നീ ഒന്നും കാണിക്കണ്ട. കാണിക്കണ്ട, നിന്റെ പണി നോക്ക്. പണി നോക്ക്. ഇവിടെ വരാനാ പറഞ്ഞ. ഇല്ല ഇല്ല. ഗുഡ് ബൈ. ഗുഡ് ബൈ. അവരെന്താ പിണങ്ങിപ്പോയതാ? ഏയ്, ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി, അവരിങ്ങ് വരും. പിണങ്ങി തന്നെ നിന്നോ, അപ്പൊ അവൻ തീർച്ചയായും തൊടും. അതായത് തൊടാതെയും പിടിക്കാതെയുള്ള പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ മിനിയൊന്ന് തൊടാൻ പോകുന്നു, അവർക്ക് വേണ്ടി. എവിടെ? കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അയ്യടാ, ഞാനിപ്പോ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാ. അയ്യേ, ഞാനില്ല. മിനി പ്ലീസ്, എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഞാൻ തൊടാൻ പോവാ. സുധി, എന്താ ഇത്? പ്ലീസ്. ഞാൻ തൊടാൻ പോവാ. വേണ്ട, ഞാൻ ഓടും. ഞാൻ തൊട്ടു. ഞാൻ ഓടി. മിനി, ആഹാ, എന്നാ തൊട്ടിട്ടേ ഉള്ളൂ. മിനി, നിക്കാൻ. ഏയ്, അവിടെ നിക്കാനാ പറഞ്ഞത്. മിനി, ഏയ്, വിടരുത് വിടരുത്. തൊട്ടാ മാത്രം പോരാ. നിക്ക്. ആലിംഗനം ആലിംഗനം ആലിംഗനം. പിടിക്ക്, പിടിച്ചു നിർത്തടാ, പിടിച്ചു നിർത്തടാ. പിടിക്ക്, പിടിക്ക്, പിടിയടാ, പിടിയടാ. രാധു, വേണ്ട, തല്ലിക്കോട്ടെ, ഇഷ്ടം പോലെ തല്ലിക്കോട്ടെ. തൊട്ടുപോരുത് എന്റെ സുധിയെ. സുധി എന്റെയാ, ഞാൻ സുധിയുടെയും. എനിക്കിഷ്ടമാ സുധിയെ, സുധിക്ക് എന്റെയും. മിനി, എന്റെ പൊന്നനെത്തി നീ. കൊച്ചിച്ചായ, എനിക്ക് മാപ്പ് തരണം. പറ, കൊച്ചിച്ചായന്റെ എനിക്ക് മാപ്പ് തന്നു പറ. നിക്ക്, കൊച്ചിച്ചായ പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുക്കല്ലേ കൊച്ചിച്ചായ. വെറുക്കരുതെന്ന് ഞാൻ ഇനി ഉണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ. ഈ വർക്ക് ഇനി ഇല്ലടി, ഈ വർക്കിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. വെറുക്കരുതെന്ന്. വെറുപ്പേ ഉള്ളടി നിന്നോട്, വെറുപ്പ് മാത്രം. ഞാനിപ്പോ നിന്നെ വെറുക്കുന്നതിന്റെ 100 ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഇയോച്ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി. നോക്കിക്കോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സുധി, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല സുധി. എങ്ങനെ ഞാൻ പോവാ? എങ്ങനെ ഇച്ചയന്മാരുടെ മുഖത്ത് നോക്കുക, അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക? വയ്യ, എനിക്ക് വയ്യ. എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി.
എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോച്ചായ സമ്മതിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോച്ചായ. പറയുന്നു തുറന്നു പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന് അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആര്? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയടാ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ, പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണഞ്ഞതാ. അവള് പോയത് പോട്ടെ, പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാര്. കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറുക്കി കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാ സുധി, നമുക്ക് പോകാം. മിനി, വരാനാ പറഞ്ഞത്. മിനി, ഇനി അവിടെ നിൽക്കാൻ ഇറക്കി പിടിയതവിടെ. കൂട്ടുകാരൻ പറയണോ, എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തായി? കണ്ടില്ല.